TST466 ഡേറ്റ മൈനിങ്ങിലെ 2.2 ഡേറ്റ ഇൻ്റഗ്രേഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡേറ്റ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള ഒരു ഡേറ്റ ആണ് നമുക്കുള്ളത്. സോ ഈ പല സോഴ്സിൽ നിന്ന് ഡേറ്റയെ ഒറ്റ സോഴ്സിലോട്ട് കൊണ്ടുവരലാണ് ഡേറ്റ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്കീമ ഇൻ്റഗ്രേഷൻ. സ്കീമ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ദ മെറ്റാ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സ്. അപ്പോൾ A ഡോട്ട് കസ്റ്റമർ ID is equal to B ഡോട്ട് ഹാഷ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഡേറ്റ എന്ന് പറഞ്ഞാൽ മെറ്റാ ഡേറ്റ ആയിരിക്കും. അതിന്റെ നെയിം, മീനിങ്, ഡേറ്റ ടൈപ്സ്, അങ്ങനെ പലതുള്ള ഡേറ്റ ആയിരിക്കും. ആൻഡ് ദീസ് മെറ്റാ ഡേറ്റ ക്യാൻ ബി യൂസ് ടു ഹെൽപ്പ് ടു അവോയ്ഡ് ദ എറേഴ്സ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. സെക്കൻഡ് വൺ ആണ് എൻറ്റിറ്റി ഐഡന്റിഫിക്കേഷൻ പ്രോബ്ലം. സോ ഇതെന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ റിയൽ വേൾഡ് എൻറ്റിറ്റീസ്. എന്തൊക്കെയാണ് റിയൽ വേൾഡിലുള്ള എൻറ്റിറ്റീസ് ഫ്രം ഡിഫറെന്റ് ഡേറ്റ സോഴ്സസ്. പല ഡേറ്റ സോഴ്സിൽ നിന്നുള്ള എൻറ്റിറ്റീസ് നോക്കാം. ഇനി തേർഡ് വൺ ഡിറ്റക്ഷൻ ആൻഡ് റിസോൾവിംഗ് ഡേറ്റ വാല്യൂസ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം റിയൽ വേൾഡ് എൻറ്റിറ്റിയിൽ ആട്രിബ്യൂട്ട് വാല്യൂ ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ഡിഫറെന്റ് ആയിരിക്കും. പല സോഴ്സിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെന്റ് റെപ്രസെന്റേഷൻ, ഡിഫറെന്റ് സ്കെയില് ഒക്കെ ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡേറ്റ ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ പറയുന്നതൊക്കെ എന്താണ്? ഇഷ്യൂസ് ടു ബി കൺസിഡേർഡ് ഓക്കെ. അപ്പൊ ഡേറ്റ ഇന്റഗ്രേഷനിൽ കൺസിഡർ ചെയ്യേണ്ട ഇഷ്യൂസ് ആണ് ഈ പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് അറ്റ് ട്യൂപ്പിൾ ലെവൽ. സോ 2 or more identical tuples may given unique data entry cases. Inconsistency arises between various duplicate. Inconsistencies വരാം, പല ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ഡ്യൂ ടു ദ ഇൻഅക്യുറേറ്റ് ഡേറ്റ. നെക്സ്റ്റ് വൺ ആണ് റിഡൻഡൻസി, ഫിഫ്ത്ത് വൺ. സോ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട്സ് മേ ബി റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിറൈവ് ഫ്രം അനദർ ആട്രിബ്യൂട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നതായിരിക്കും. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം. സോ റിഡൻഡന്റ് ഡേറ്റയെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒക്കർ വെൻ ദ ഇന്റഗ്രേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡേറ്റാബേസ്. എപ്പോഴൊക്കെയാണ് റിഡൻഡന്റ് ഡേറ്റ ഉണ്ടാവുന്നത്? ഫസ്റ്റ് ആണ് ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ. നെയിം ഓഫ് ദ ഒബ്ജക്ട് ഓർ ദ ആട്രിബ്യൂട്ട്സ് മേ ബി ഡിഫറെന്റ് ഇൻ ഡിഫറെന്റ് ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിലുള്ള പേരല്ലായിരിക്കും മറ്റൊരു ഡേറ്റാബേസിലുണ്ട്. പിന്നെ റിഡൻഡന്റ് ആട്രിബ്യൂട്ട്സ് മേ ബി ഏബിൾ ടു ഡിറ്റക്ട് ദ കോറിലേഷൻ അനാലിസിസ്. അതെന്താണ് നമ്മൾ പറയുന്നത്? കെയർഫുൾ ഇന്റഗ്രേഷൻ ഓഫ് ഡേറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് മേ ഹെൽപ്പ് ടു അവോയ്ഡ് എറേഴ്സും ഇൻകൺസിസ്റ്റൻസി ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന് നമ്മൾ പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻസ് ആണ്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹൗ സ്ട്രോങ്ലി വൺ ആട്രിബ്യൂട്ട്സ് ഇംപ്ലൈസ് ടു, എത്രത്തോളമാണ് റിലേഷൻ, രണ്ട് ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം സ്ട്രോങ്ങർ ആണ് വീക്കർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു അനാലിസിസിൽ നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. സോ അതിന്റെ ഇക്വേഷൻ ആണ് R is equal to sigma xi minus x bar into yi minus y bar divided by sigma xi minus x bar the whole square into sigma yi minus y bar the whole square. സോ എക്സും എക്സ് ബാറും ഒക്കെ എന്താണ്? മീൻ ആണ്. ഇനി പിയേഴ്സൺസ് കോഎഫിഷ്യന്റിൽ ഇനി ആറിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റിലേഷൻ പറയുന്നത്. സോ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 to 1 റേഞ്ചിലാണ് എപ്പോഴും വരാം. സോ R equal to 1 ആണെങ്കിൽ നമുക്ക് പറയാം സ്ട്രോങ് റിലേഷൻ ആണ് അത് തമ്മിൽ. -1 ആണെങ്കിൽ നെഗറ്റീവ് റിലേഷൻ ആണ്, 0 ആണെങ്കിൽ നോ ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി അതിന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വൈസ് നോക്കാം. സ്റ്റെപ്പ് വൺ എന്താണ്? ഫസ്റ്റ് നമ്മൾ രണ്ടിന്റെ മീൻ കാണാം. മീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, xi എല്ലാ x1 plus x2 എല്ലാവരും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. പിന്നെ y ബാറും കാണും. അങ്ങനെ ഇത് രണ്ടും കാണും. അതിനുശേഷം COV എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്റർ പോർഷനെ നമ്മൾ COV ഓഫ് x, y കോവേരിയൻസ് എന്നാണ് എഴുതുന്നത്. സോ 1 by n minus 1 into sigma xi minus x bar into yi minus y bar. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. എക്സിന്റെ വൈൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ SX എന്ന് പറഞ്ഞാൽ √1 by n minus 1 into sigma xi minus x bar the whole square. SY എന്ന് പറഞ്ഞാൽ 1 by n minus 1 into sigma yi minus y bar the whole square. ഇനി നമ്മുടെ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഇക്വേഷനിലോട്ട് ഇടാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താലും മതി. ഓക്കെ. സോ ഇവിടെ ആറിന്റെ വാല്യൂ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ മോഡുലസ് ഓഫ് R ക്ലോസ് ടു 1 ആണെങ്കിൽ നമുക്ക് എന്താ പറയാ? സ്ട്രോങ് റിലേഷൻ ആണ്. ക്ലോസ് ടു 0 ആണെങ്കിൽ വീക്ക് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. സോ കാൽക്കുലേറ്റ് ദ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഫോർ ദ ഗിവൺ ഡേറ്റ. എക്സ് എന്ന് പറയുന്ന ഡേറ്റ കൊടുത്തിട്ടുണ്ട്, വൈ എന്ന് പറയുന്ന ഡേറ്റ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, വൈന്റെ വാല്യൂസും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സമ്മാണ് ഈ അടിയിലായിട്ട് റെഡ് കളറിൽ എഴുതിയത്. ടോട്ടൽ സമ്മ 21, 48, 211. എക്സും വൈയും, എക്സ് ഇൻറ്റു വൈ ഇതൊന്ന്
നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നോക്കിയാൽ മതി. സോ ഫസ്റ്റ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക. സോ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ മീൻ കിട്ടും, എക്സ് ബാർ കിട്ടും, വൈ ബാർ കിട്ടും. ഇനി സെക്കൻഡ് എന്താണ്? കോവേരിയൻസ് കണ്ടുപിടിക്കുക. കോവേരിയൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 1/σ xi മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ഐ മൈനസ് വൈ ബാർ. സോ നമുക്കറിയാം 1/5 ആണ് വരുന്നത്. സോ 1/5ന്റെ കൂടെ എന്ത് ചെയ്യണം? 1 മൈനസ് 3.5, 2 മൈനസ് ഈ 2 ആണ് കേട്ടോ. 2 മൈനസ് 8, ദെൻ 2 മൈനസ് 3.5, 4 മൈനസ് 8, 3 മൈനസ് 3.5, 7 മൈനസ് 8, 4 മൈനസ് 3.5, ദെൻ ഇവിടെ ബാലൻസ് ആയിട്ട് കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ എഴുതാം, ഇതിന്റെ പ്രോബ്ലത്തിൽ ഇല്ല എന്നുള്ളൂ, ബാക്കി വാല്യൂസ് ഉണ്ട്. ഓക്കെ, വാല്യൂസ് ഇനിയും ഉണ്ട്. ടിൽ എന്താണ് 14 മൈനസ് 8 വരെ നമ്മൾ ചെയ്യണം. സോ അതെല്ലാനും സബ്ട്രാക്ട് ചെയ്തിട്ട് എല്ലാത്തിന്റെയും വാല്യൂസ് എഴുതാം. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് രണ്ട് വാല്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ xi മൈനസ് എക്സ് ബാറും വൈ ഐ മൈനസ് വൈ ബാറും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പ്ലസ് ചെയ്യാം. മൾട്ടിപ്ലൈ ആൻഡ് പ്ലസ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബ്രാക്കറ്റ്സ് കറക്റ്റ് ആയിട്ട് നോക്കുക എങ്ങനെ എഴുതിയേക്കണം. അതിനുശേഷം എന്താണ് അതിന്റെ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക, അതിനുശേഷം ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ന്യൂമറേറ്റർ പാർട്ടിലെ വാല്യൂ കിട്ടും. ന്യൂമറേറ്റർ പാർട്ടിലെ വാല്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കണം. സോ എസ് എക്സും കണ്ടുപിടിക്കണം, എസ് വൈയും കണ്ടുപിടിക്കണം. സോ എസ് എക്സ് കണ്ടുപിടിക്കാം 1/5 ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ചെയ്യുക. നമുക്ക് ഇവിടെ ആൻസർ കിട്ടും എന്ത് കിട്ടും? 1.87. അതുപോലെ തന്നെ എസ് വൈ കണ്ടുപിടിക്കുക √1/n മൈനസ് 1 സിഗ്മ എക്സ് വൈ ഐ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ റെപ്രസെന്റ് ഇവിടെ ആൻസർ 4.60 കിട്ടും. ഇനി നമ്മുടെ കറസ്പോണ്ടിങ് ഇക്വേഷൻ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റിൽ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 0.998 എന്നുള്ളൊരു വാല്യൂ കിട്ടും. സോ ഇതെന്താണ്? ക്ലോസ് ടു 1 ആണ്, ക്ലോസ് ടു 1. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് സ്ട്രോങ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി കാറ്റഗോറിക്കൽ ഡേറ്റയിൽ ചൈ സ്ക്വയർ ടെസ്റ്റ് ആണ് പറയുന്നത്. സോ ചൈ സ്ക്വയർ ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ എടുക്കുന്നത് chi square is equal to sigma OI. OI എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി. എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത് ടോട്ടൽ റോൾ നമ്പേഴ്സ് ഇൻറ്റു ടോട്ടൽ കോളം നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ ദ ഗ്രാൻഡ് ടോട്ടൽ. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് കാറ്റഗോറിക്കൽ മീൻസ് ഇപ്പൊ എന്താ? ട്രൂ ഫോൾസ്. ഇപ്പൊ ഇവിടെ പറയുന്നത് ലൈക്ക് ഡിസ്ലൈക്ക് അങ്ങനത്തെ കാറ്റഗോറിക്കൽ വാല്യൂസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ 50. ഇത് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ 50. ഇവിടെ ടോട്ടൽ 100. ഇത് ആഡ് ചെയ്ത് 50. സോ നമുക്ക് ഇതിന്റെ മെയിൽ ഫീമെയിലിന്റെ ലൈക്കും ഡിസ്ലൈക്കും ആണ് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? എക്സ്പെക്ടഡ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഓരോ സെല്ലിന്റെയും ഈ സെല്ലിന്റെ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. സോ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോളം ബൈ ടോട്ടൽ അല്ലെ. സോ ഈ ഒരു കോളത്തിന്റെ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ ചെയ്യും? സോ മെയിലിന്റെ ലൈക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം അല്ലെ. മെയിലിന്റെ ലൈക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ടോട്ടൽ എത്ര ഉണ്ട്? റോയില് 50 ഇൻറ്റു ഇവിടെയും എത്ര ഉണ്ട്? 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ 100. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഇവിടെ എന്താണ്? സെയിം വാല്യൂസ് തന്നെ വരുള്ളൂ. കാരണം ടോട്ടൽ എല്ലാത്തിന്റെയും 50 ആയത് എല്ലായിടത്തും 25 വരും. ഈ എല്ലാ പൊസിഷൻസിലും എക്സ്പെക്ടഡ് വാല്യൂ എത്ര വരും? 25 വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കണം. സോ സിഗ്മ OI മീൻസ് എന്താണ്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. നമുക്ക് അറിയാവുന്ന, നമുക്ക് തന്നിരിക്കുന്ന 30 20 20 30 എന്നുള്ള വാല്യൂ ആണ് ഒബ്സർവ്ഡ് മൈനസ് എക്സ്പെക്ടഡ്. സോ ഒബ്സർവ്ഡ് ഫസ്റ്റ് വണ്ണിന്റെ ഒബ്സർവ്ഡ് എത്രയാ? ഇവിടെ 30. എക്സ്പെക്ടഡ് എത്ര? 25. സോ 30 മൈനസ് 25 ഹോൾ സ്ക്വയർ. അടുത്തത് 20 ആണ് ഇവിടുത്തെ ഒബ്സർവ്ഡ്. എക്സ്പെക്ടഡ് 25. 20 മൈനസ് 25. അടുത്തത് 20 മൈനസ് 25 ഹോൾ സ്ക്വയർ 30. അടുത്ത റോ 20 മൈനസ് 25 30 മൈനസ് 25. ഇതെല്ലാം കൂടി ഒറ്റ റോയിൽ ചെയ്താൽ ചൈ സ്ക്വയർ കണ്ടുപിടിക്കുക. ആൻസർ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 4 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു ഡിഗ്രി വാല്യൂ തന്നിട്ടുണ്ടാവും, മീൻസ് എത്രയാണ്. അപ്പൊ ഇവിടെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ തന്നേക്കുന്നത് 3.84 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനോട് ക്ലോസ് ആണ് 4. സോ സ്ട്രോങ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത്. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ ഉണ്ട്, അതൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ.